ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണവ അല്ലെങ്കിൽ കൂന്തൽ എന്ന് പറയുന്ന കണവ തേങ്ങ വറുത്തരച്ച കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കുറച്ച് കണവ എടുക്കുക. ഇത് നന്നായിട്ട് ഫ്രഷായതാണ് കാണിക്കുന്നത്. അതിന് ശേഷം ഒരു കുക്കറിലിടുക. കുക്കറിലിട്ടിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കൂന്തലിൽ ഓൾറെഡി വെള്ളമുള്ളത് കാരണം നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൽ ലേശം ഉപ്പിടുന്നുണ്ട്. കുറച്ച് ഉപ്പിടുന്നുണ്ട് ഒന്ന് വേകുമ്പോൾ, അത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, വെള്ളം കുറച്ച് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു 2 വിസിൽ കേൾക്കുന്നത് വരയ്ക്കും ഒന്ന് വെക്കുക. വെച്ചതിന് ശേഷം അടുപ്പിൽ വേറൊരു പാൻ വെച്ചതിന് ശേഷം അതിലോട്ടൊന്ന് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങ, ഒരു 2 പിടി തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരയ്ക്കും നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട്. കരിവേപ്പില ഇടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കരിവേപ്പില ഇട്ട് നന്നായിട്ട് നമ്മൾ ബ്രൗൺ കളർ ആവുന്നത് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം ആ ബ്രൗൺ കളർ ആവുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്കും തീയൊന്ന് നമ്മൾ കുറച്ച് വെക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ ഇടാനുള്ളത് കൊണ്ട് അടി പിടിക്കും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കുന്നുണ്ട്. ഇളക്കുമ്പോഴത്തേക്കും രണ്ടും കൂടെ ഒരേ വേവലെന്തിൽ കളർ വ്യത്യാസം വരുന്നത് കണ്ടോ. ഈ ബ്രൗൺ കളർ ആവുന്നത് വരെ, അതായത് ഈ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ വറുത്തെടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കൊച്ചുള്ളി എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ടേസ്റ്റ്. കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച കൂന്തൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അധികം വെള്ളമൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അരപ്പെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തിട്ട് ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് അരയ്ക്കുന്നത്. അതിനുശേഷം കുറച്ച് വെള്ളം, കണ്ടില്ലേ, വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് കടുക് പൊട്ടിക്കാനായിട്ട് ഇടുന്നുണ്ട്. കടുക് ഇട്ടതിന് ശേഷം നല്ല രസമുണ്ട് അത് പൊട്ടി വരുന്നത് കാണാനായിട്ട്. അപ്പോൾ അത് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട്. കരിവേപ്പില ഇട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചത് ഇടുന്നുണ്ട്. അരിഞ്ഞും അരിയാതെയും അത് യൂസ് ചെയ്യുന്നവരുണ്ട്. എനിക്ക് കുറച്ചുകൂടെ വലിയ കൊച്ചുള്ളി ആയതുകൊണ്ടാണ് ഞാനിത് അരിഞ്ഞ് യൂസ് ചെയ്തത്. അരിഞ്ഞ് യൂസ് ചെയ്ത് അതിന് ശേഷം അതൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2-3 പ്രാവശ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുന്നുണ്ട്. ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുന്നതിന് മുന്നേ നമ്മൾ ഈ ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ വെളുത്തുള്ളി ആയാലും ഉള്ളി ആയാലും പെട്ടെന്ന് വഴന്ന് വരും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വെളുത്തുള്ളി പേസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ 2 മുളക് എടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ടിട്ടില്ല. 2 പച്ചമുളക് എടുത്ത് നന്നായിട്ട് ഫ്രഷായിട്ട് അരിഞ്ഞു, നല്ല രീതിക്ക് അരിഞ്ഞു പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ പച്ചമുളകും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊരു ബ്രൗൺ കളർ ഏകദേശം ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങ പേസ്റ്റ് അരച്ച് വെച്ചത് യൂസ് ചെയ്യുന്നുണ്ട്. തേങ്ങ പേസ്റ്റ് കൂടെ അരച്ച് വെച്ചത് കുറച്ച് വെള്ളം കൂടെ യൂസ് ചെയ്ത് അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. കൂന്തൽ വറുത്തരച്ച കറി റെഡിയായിട്ടുണ്ട്. താങ്ക് യു.